അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച ആളുകൾ. അവർ ഈ പ്രാവശ്യത്തെ സീസൺ കൂടി വികലമാക്കി മാറ്റി. അവിടുത്തെ സ്ഥിതി എന്തായിരുന്നു? അവിടെ വലിയ ക്യൂ ആണ്. 10-15 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ക്യൂ നിയന്ത്രിക്കാൻ സംവിധാനമില്ല. കുടിവെള്ളം ഉണ്ടായിരുന്നില്ല. കുടിവെള്ളം, ടോയ്ലറ്റുകളിൽ വെള്ളം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ആ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. ടോയ്ലറ്റിൽ വെള്ളമില്ലായിരുന്നു. കുടിവെള്ളം, കുടിക്കാൻ കുടിവെള്ളമില്ല, ടോയ്ലറ്റിൽ വെള്ളമില്ല. വൃത്തിഹീനമായ ടോയ്ലറ്റുകൾ, മലിനമായ പമ്പ. ഇതൊക്കെ എപ്പോഴാണ് ചെയ്യേണ്ടത്? സീസൺ തുടങ്ങുന്നതിന്റെ ഒരാഴ്ചയാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. അപ്പൊ മനഃപൂർവ്വം അവര് വീണ്ടും ശബരിമലയിലെ സീസൺ മുഴുവൻ എത്ര പേരാണ്, എത്ര അയ്യപ്പ ഭക്തരാണ് ദർശനം നടത്താൻ കഴിയാതെ തിരിച്ചു പോയത്? പമ്പയിൽ പോലും എത്താൻ കഴിയാതെ പന്തളത്ത് വന്ന് മാല ഊരി ആ തിരിച്ചുപോയ അയ്യപ്പ ഭക്തന്മാർ ആയിരക്കണക്കിനാണ്. ശബരിമല സീസണെ ഇത്രമാത്രം കുഴപ്പത്തിലാക്കിയ ഒരു ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ ആഗോള അയ്യപ്പ സംഗമം നടത്തി കാപട്യം കാണിച്ച ആളുകൾ തന്നെ സ്വർണ്ണക്കൊള്ള നടത്തുകയും ഈ സീസൺ മുഴുവൻ കുഴപ്പത്തിലാക്കുകയും ചെയ്തു. ഞങ്ങൾ ഗൗരവത്തോടുകൂടി ആലോചിക്കുകയാണ്. ഇത് നിയന്ത്രിക്കാനുള്ള നടപടികൾ ഗവൺമെന്റ് അടിയന്തരമായി സ്വീകരിച്ചില്ലെങ്കിൽ UDFന്റെ ഒരു പ്രതിനിധി സംഘം ശബരിമല സന്ദർശിക്കും. പനി വന്നാൽ മരുന്ന് മേടിക്കാൻ പണമില്ലാത്ത, 2 നേരം ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത എത്ര പേരുടെ കഥകൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തു? അപ്പൊ ഇവരുടെ ഈ അതീവ ദരിദ്ര രഹിത സംസ്ഥാനം എന്ന് പറയുന്നതിന് എന്ത് വില? എല്ലാം PR പ്രൊപ്പഗാൻഡ. ഒരു അടിസ്ഥാനമില്ലാതെ വെള്ളപൂശാണ്. PR വെച്ചിട്ട്, PR ഏജൻസികളെ വെച്ച് വെള്ളപൂശാണ്, വൈറ്റ് വാഷ് ചെയ്യിപ്പിക്കുകയാണ്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഞങ്ങൾ തുറന്നു കാട്ടും. ഞങ്ങളെ കണക്കുകൾ വെച്ച് തുറന്നു കാട്ടും. ഭീഷണിപ്പെടുത്തുകയാണ് BLOമാരെ. NGO യൂണിയനിലെ സമ്മേളനം കൂടിയിട്ട് NGO യൂണിയനിലെ അംഗമായ BLOമാരോട് പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ്സുകാരുടെ UDFകാരുടെ ആരെയും ഈ ഫോം മേടിച്ച് കൊടുക്കണ്ടെന്നാണ്. ഒറ്റ BLO ഞങ്ങൾ വെറുതെ വിടില്ല. രാഷ്ട്രീയം കളിച്ച ഒറ്റ ഒരാളെ ഈ കേരളത്തിൽ നിയമപരമായി ഞങ്ങൾ പുറകേണ്ടാവും. എല്ലായിടത്തും ഞങ്ങൾ പരാതി കൊടുക്കും. രാഷ്ട്രീയം ഏതെങ്കിലും BLOമാര് ഈ SIRമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയം കളിച്ചാൽ ഞങ്ങളുടെ പാർട്ടി തീരുമാനിച്ചെന്ന് പ്രസിഡന്റ് പറയും. ഒറ്റ BLOയെ ഞങ്ങൾ വെറുതെ വിടില്ല. രാഷ്ട്രീയമായും നിയമപരമായും ഞങ്ങൾ നേരിടും. പണി പോവും. ഞങ്ങൾ പറഞ്ഞേക്കാം, വേണ്ടാത്തത് കാണിച്ചാൽ. ഭീഷണിയാണെങ്കിൽ ഭീഷണിയായിട്ട് എടുത്തോ, ഒരു വിരോധം ഇല്ല. വേണ്ടാത്തത് ചെയ്താലെന്നാ പറഞ്ഞു. മര്യാദയ്ക്ക് ചെയ്തൊരു കുഴപ്പമില്ല, കൈ കൊടുത്തേക്കാം. വേണ്ടാത്തത് ചെയ്താൽ, SIRന്റെ മറവിൽ രാഷ്ട്രീയം BLOമാര് ചെയ്താൽ പുറകേണ്ടാവും ഞങ്ങൾ പരാതിയായിട്ട്. മുമ്പ് പറഞ്ഞ പല പ്രസ്താവനകളും വോട്ട് ചെയ്ത് പരിസരത്തിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. തുരങ്കപാതയെ എതിർത്തു, ദേശീയപാതയെ എതിർത്തു, തീരദേശ പാതയെ എതിർത്തു, എയർപോർട്ടിനെ എതിർത്തു, ലോകകേരള സഭയെ എതിർത്തു. മുഴുവൻ പ്രവർത്തനങ്ങളിൽ സർക്കാർ പോസിറ്റീവായി ഒരു കാര്യത്തെയും അഭിനന്ദിക്കാതെ എല്ലാത്തിനെയും എതിർത്ത് നിൽക്കുന്ന സങ്കുചിത രാഷ്ട്രീയമാണ് പ്രതിപക്ഷ നേതാവ്. അല്ല, ചോദിക്കട്ടെ, തിരിച്ചു ചോദിക്കട്ടെ. നിങ്ങൾ പറഞ്ഞതല്ല, ദേശീയപാതയെ ആരെ എതിർത്ത്? പ്രതിപക്ഷ എതിർത്ത്. ഞങ്ങൾ എല്ലായിടത്തും സഹകരിക്കുക. ദേശീയപാത വരാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണമായ സഹകരണം ദേശീയപാത നിർമ്മാണത്തിന്റെ സമയത്ത് തന്നെ ഞങ്ങൾ വാഗ്ദാനം ചെയ്തു. അത് കേട്ടില്ല, അതാ കുഴപ്പം. അത് ഈ കൈരളിയിലും ദേശാഭിമാനിലും വാർത്ത വന്നില്ല, ബാക്കി എല്ലാത്തിലും വന്നു. തീരദേശപാത അതിന്റെ ഞങ്ങൾ എല്ലായിടത്തും വലിയ വികസന പദ്ധതികൾ കൊണ്ടുവരും. ഇനിയത്തെ കാലമാണ്. തുരങ്കപാത ഉൾപ്പെടെ പറഞ്ഞത് എൻവയൺമെന്റൽ ഇമ്പാക്ട് പഠിക്കണം എന്ന് പറഞ്ഞത്. എൻവയൺമെന്റ് ഇമ്പാക്ട് സ്റ്റഡി ഇല്ല. അവിടെ പോയി ഉദ്ഘാടനം ചെയ്തപ്പോഴാണ് പറഞ്ഞത്. വയനാട് വലിയൊരു ദുരന്തം നടന്ന സ്ഥലമാണ്. അവിടെ തുരങ്കപാത ഉണ്ടാക്കുന്നതിന് മുമ്പ് പിണറായി വിജയൻ പോയി ഉദ്ഘാടനം ചെയ്തപ്പോൾ എൻവയൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. കേരളം പോലുള്ള സെൻസിറ്റീവായ ഒരു സ്ഥലത്ത്, ഒരു വെസ്റ്റേൺ ഗാർഡ്സ് ഒക്കെ ഉള്ള സ്ഥലത്ത്, പശ്ചിമഘട്ട മലനിരകൾ ഉള്ള സ്ഥലത്ത് ഒരു തുരങ്കപാത ഉണ്ടാക്കുമ്പോൾ എൻവയൺമെന്റ് ഇമ്പാക്ട് സ്റ്റഡി നടത്തണ്ടേ? നിയമപരമായ കാര്യം അത് ചെയ്യണമെന്ന് പറഞ്ഞു. തീരദേശപാത തീരെ ശോഷണം നടക്കുകയാണ്. പല സ്ഥലത്തും വലിയ പ്രശ്നങ്ങളാണ് തീരപ്രദേശത്തെ ജനങ്ങളുടെ. അതിന്റെ എൻവയൺമെന്റ് ഇമ്പാക്ട് സ്റ്റഡി നടത്തിയിട്ട് വേണം, ഓരോ സ്ഥലവും പരിശോധിച്ചിട്ട് വേണം. ചില സ്ഥലത്ത് ഇപ്പൊ പോകുന്ന നാഷണൽ ഹൈവേയുടെ 2 കിലോമീറ്റർ അപ്പുറത്താണ്, 2 കിലോമീറ്റർ അപ്പുറത്താണ് തീരദേശപാത. ഞങ്ങൾ സ്റ്റഡി നടത്തിയതാണ്. ഞങ്ങൾ കേരളിന്റെ സ്റ്റഡി നടത്തിയിട്ടാണ്, ഞങ്ങൾ എക്സ്പേർട്ട് സ്റ്റഡി നടത്തിയിട്ടാണ് ഞങ്ങൾ പറഞ്ഞത്. എന്താണ് ചെയ്യാൻ പോയത്? 300 അടി പൊക്കത്തിൽ അല്ലേ എംബാങ്ക്മെന്റ്. കേരളത്തിലെ 300 കിലോമീറ്റർ 30 അടി പൊക്കത്തിൽ, 300 കിലോമീറ്റർ 30 അടി പൊക്കത്തിൽ. എംബാങ്ക്മെന്റ്, പിന്നെ 10 അടി പൊക്കത്തിൽ 2 സൈഡിലും മതില്,
ഇപ്പൊ മഴ പെയ്തിരുന്നപ്പോ കാണായിരുന്നു മറ്റേ വേനൽക്കാലത്ത് ട്രെയിനും മറ്റേ വർഷകാലത്ത് ബോട്ട് ഓടിക്കായിരുന്നു റെയിൽവേ ലൈനിൽ കൂടി. കേരളത്തിന്റെ ഒരു ഇന്നത്തെ കാലത്ത് എന്ത് വികസന പദ്ധതികൾ കൊണ്ടുവന്നാലും എൻവയോൺമെന്റ് ഇമ്പാക്ട്, ഈ ക്ലൈമറ്റ് ചേഞ്ച് അതൊരു പ്രധാന ഘടകമായി ചെയ്യണം. അല്ലാതെ ഞങ്ങൾ ഏത് പദ്ധതി എതിർത്തിരിക്കുന്നത്? ഞാൻ തിരിച്ചു വയ്ക്കട്ടെ, വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റ് എടുക്കണ്ടല്ലോ പിണറായി വിജയൻ. വിഴിഞ്ഞം തുറമുഖം ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കൊണ്ടുവരുമ്പോൾ 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പാണ് എന്ന് പറഞ്ഞാലല്ലേ പിണറായി വിജയൻ. എന്തൊരു സപ്പോർട്ടായിരുന്നത് അന്ന് വിഴിഞ്ഞം തുറമുഖത്തിന്. കടൽ കൊള്ള ആ ദേശാമാനിയുണ്ട് അവിടെ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രഖ്യാപനം വന്ന ദിവസം ദേശാമാനിയുടെ ഫ്രണ്ട് പേജിൽ വന്നത് കടൽ കൊള്ള എന്നാണ്. എന്തൊരു പിന്തുണയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്, പിണറായി സർക്കാരിന്റെ 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ആണെന്ന്. പക്ഷെ അപ്പൊ റിയൽ എസ്റ്റേറ്റ് പുള്ളിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി. ഇതൊന്നും ഞങ്ങളെ കൂടെ പറയിപ്പിക്കില്ല. എല്ലാം ഏത് വികസന പദ്ധതിക്ക് ഞങ്ങൾ തടസ്സം നിന്നേക്കുന്നത് തെറ്റായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. K4 2019 ആകുമ്പോ 20 ലക്ഷം പേർക്ക് സൗജന്യ ഇത് കൊടുക്കുന്നു, കണക്ഷൻ കൊടുക്കുന്നു. എത്ര പേർക്ക് കൊടുത്തു? 1 ലക്ഷം ആയില്ല, 50,000 ആയില്ല. ഇത് 25ആയി. കാലാവധി കഴിഞ്ഞ 6 കൊല്ലം കൂടി തട്ടിപ്പ് നടത്തിയത്. അതിലെ കൊടുത്ത കരാറുകാർക്ക് മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധമുള്ള ആൾക്ക് കരാറ് കൊടുത്തു. സംശയമില്ല. ഈ ക്യാമറ വെച്ചത് അല്ലല്ല, ഞങ്ങൾ ആരോപണം അല്ല. അതിനെന്താ കോടതി എന്താ പറഞ്ഞ? അല്ലല്ല ഒരു കണത്ത പ്രകാരമല്ല കോടതി പറഞ്ഞെന്താ? കോടതി അല്ലല്ല ഏത് അല്ല, 2 കേസുകൾ ഞങ്ങൾ കൊടുത്ത്. അതിൽ കോടതി പറഞ്ഞത് ഈ സമയത്ത് ഇനി ഇടപെടാൻ പറ്റില്ല, ഇത് നടത്തി കഴിഞ്ഞു, ഈ സമയത്ത് ഇടപെടാൻ പറ്റില്ല എന്നാണ് കോടതി പറഞ്ഞത്. ഈ സമയത്ത് ഇനി ഇടപെടാൻ പറ്റില്ല എന്ന് അതിലില്ല. കോടതി തടഞ്ഞു വെച്ചല്ലോ, പൈസ കൊടുത്തത് തടഞ്ഞു വെച്ചായിരുന്നല്ലോ. പ്രഥമ ദൃഷ്ട്യാ കേസുണ്ടെന്ന് മനസ്സിലാക്കി പണം കൊടുക്കുന്ന തടഞ്ഞു വെച്ചല്ലോ ക്യാമറ കേസിൽ ഇല്ലേ. ഈ സമയത്ത് ഇനി ഇടപെട്ടിട്ട് എന്ന കാര്യം നടപ്പാക്കി. അതുകൊണ്ടാണ് പറഞ്ഞത് അത് അന്വേഷിക്കുന്ന വേറെ ഏജൻസിയാണ്. അത് ഞങ്ങൾ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ 2026 ഞങ്ങൾ അന്വേഷിക്കുകയും അതിൻ്റെ അകത്ത് അഴിമതി നടത്തിയ ആളുകളെ ജയിലിലാക്കുകയും ചെയ്യും. സംശയം വേണ്ട. എല്ലാ തെളിവുകളും ഞങ്ങൾ എടുത്തിട്ടുണ്ട്, എല്ലാ തെളിവുകളും. അവര് പലതും പറയും, ഞങ്ങൾ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. ഇത് കേരളമല്ലേ, എല്ലാ കാര്യവും ചർച്ചയാവും. തെരഞ്ഞെടുപ്പില് രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുകയാണ്, എല്ലാ കാര്യങ്ങളും ചർച്ചയാവും. എല്ലായിടത്തും എല്ലാവരും സംസാരിക്കും. അപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യം മാത്രമാണോ LDF സംസാരിക്കാൻ പോണ എല്ലാ മീറ്റിംഗിലും? അല്ലല്ലോ, ഒരുപാട് കാര്യം പറയില്ല, എല്ലാ കാര്യവും ചർച്ച ചെയ്യും. സർക്കാരിനെ കുറിച്ചും ഇതൊക്കെ ഈ എല്ലാ തെരഞ്ഞെടുപ്പിലും ചോദിക്കണല്ല. പാലക്കാടും ചോദിച്ചാണ്, നിലമ്പൂരും ചോദിച്ചാണ്. അല്ലല്ല, നിലമ്പൂര് ചോദിച്ചാണ് സർക്കാരിന്റെ വിലയിരുത്തലാകും എന്ന് MP ഗോവിന്ദന്റെ പ്രസ്താവന ഉണ്ടായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പില്. സർക്കാരിനെ അപ്പൊ വിലയിരുത്തിയില്ലേ നിലമ്പൂരിലെ ആളുകൾ? 3000 വോട്ടിന് ജയിച്ച സ്ഥലത്ത് ഞങ്ങൾ 11,000-ലധികം വോട്ടിന് ജയിച്ചു. ഞങ്ങളൊന്നും ഇതൊക്കെ ഈ ക്ലീഷേ വന്ന ഈ വാചകങ്ങളാണ്. ക്ലീഷേ വന്ന കേരള രാഷ്ട്രീയം കേട്ടും അടുത്ത വാക്കുകളാണ്. ഇത് സർക്കാരിന്റെ വിലയിരുത്തലാകും എന്നുള്ള. MP ഗോവിന്ദൻ നിലമ്പൂർ അവതരണത്തിൽ അവിടെ വന്ന് പ്രസംഗിച്ചത് ഇത് സർക്കാരിന്റെ വിലയിരുത്തലാണോ എന്ന് ചോദിച്ചാൽ വിലയിരുത്തലാകും എന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്നും പറഞ്ഞില്ല. എത്ര വോട്ടിനാ തോറ്റത്? ഓരോ സ്ഥലത്ത് എത്ര വോട്ടിനാ തോറ്റത്? പിന്നെ എല്ലാ മുഖ്യമന്ത്രിമാരും ഇറങ്ങാറുണ്ട് ഇലക്ഷനിൽ. ഇങ്ങനെ ഇറങ്ങണേന്ന് എത്ര പ്രത്യേകത? ഇദ്ദേഹം ഇറങ്ങണേന്ന് എത്ര വാർത്ത? ഏത് മുഖ്യമന്ത്രിയാണ് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പില് ക്ലിഫ് ഹൗസിന്റെ അകത്ത് കയറി വാതിലടച്ചിരുന്ന ഏതെങ്കിലും മുഖ്യമന്ത്രി കേരളത്തിലുണ്ടോ? എന്തൊരു ചോദ്യം! അതൊക്കെ ഞങ്ങൾ അത് കൊടുത്തോ വാർത്ത? വയലിൽ എന്തെങ്കിലും കൊടുക്കണ്ടേ? ഇത്ര നേരം ഇരുന്നിട്ട് അത് കൊടുത്തോ? ഈ വയനാട് ചൂരന്മല ദുരന്തത്തിൽ 100 വീടുകൾ പ്രതിപക്ഷ നേതാവാണ് നിങ്ങൾ സ്വന്തമായി കോൺഗ്രസ് ഞങ്ങളവിടെ 4 സ്ഥലങ്ങൾ പരിശോധിക്കാം. ഈ ദുരന്തം ഉണ്ടായിട്ട് 1 കൊല്ലം പിടിച്ചല്ലോ ഈ സർക്കാർ ഭൂമി കണ്ടെത്താൻ ഇല്ലേ? സർക്കാർ ഭൂമി കണ്ടെത്താൻ എത്ര നാൾ പിടിച്ചു? 1 കൊല്ലം പിടിച്ചു.
ഞങ്ങൾക്ക് സർക്കാർ ഭൂമി തന്നാൽ ഞങ്ങൾ അതിനുവേണ്ടി ഒരു കൊല്ലം വെയിറ്റ് ചെയ്തു. എല്ലാ യോഗങ്ങളിലും പങ്കെടുത്താനുള്ള മുഖ്യമന്ത്രി വിളിച്ചു കൂട്ടിയത്. ഞങ്ങൾ എല്ലാ യോഗങ്ങളിലും പങ്കെടുത്തു. ഒരു കൊല്ലമായി കഴിഞ്ഞപ്പോഴാണ്, ആകാറായപ്പോഴാണ് സർക്കാർ ഭൂമി കണ്ടെത്തിയത്. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഭൂമി തന്നാൽ ഞങ്ങൾ ഇതിൽ 100 വീട് പണിത് കൊടുക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ അത് ഞാൻ പറയുന്ന കേൾക്കില്ല. ലെറ്റ് മീ കംപ്ലീറ്റ്. 100 ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയായിട്ട് ഞങ്ങളുടെ പാർട്ടി, ഞാനടക്കം ഞങ്ങളുടെ KPC പ്രസിഡന്റ് അടക്കം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഞങ്ങൾ 100 വീട് ഞങ്ങൾ പണിത് തരാമെന്ന് പറഞ്ഞു. അവിടെ പണിത് തരാമെന്ന് പറഞ്ഞു. സ്ഥലം തന്നില്ല, ഞങ്ങൾക്ക് സ്ഥലം തന്നില്ല. ഞങ്ങളുടെ കർണാടക ഗവൺമെന്റ് കൊടുത്തുവല്ല, പണം കൊടുത്തല്ലോ. 100 വീട് വെക്കാനുള്ള പണം കർണാടക ഗവൺമെന്റ് കൊടുത്തു. ഞങ്ങൾ 100 വീട് വെക്കാനുള്ള സ്ഥലം ഞങ്ങൾക്ക് കിട്ടിയ, ഗവൺമെന്റിന് കിട്ടാത്ത സ്ഥലം 3 സ്ഥലം ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുക. വയനാട് സ്ഥലം ഏറ്റെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ലീഗ് അവർക്ക് സ്ഥലം കിട്ടി. കാരണം അവർ ആദ്യം മുതൽ തന്നെത്താനുള്ള സ്ഥലം അന്വേഷിച്ചു പോയി. സർക്കാരിന്റെ സ്ഥലം കിട്ടുന്നില്ല. 8 മാസം കാത്തിരുന്നിട്ട് അവർക്ക് സ്ഥലം കിട്ടി. അവരിപ്പോ അവിടെ നിർമ്മാണ പ്രവർത്തനം ലീഗ് ആരംഭിച്ചു. നിങ്ങൾ ആലോചിച്ചോളാം. 100 വീട് ലീഗ്, 100 വീട് കോൺഗ്രസ്, 100 വീട് കർണാടക ഗവൺമെന്റ്. ആകെ അവിടെ 450 വീടേ പണിയുന്നത്. 742 കോടി രൂപ ദുരിതാശ്വാസ നിധിയിൽ ഇതിന്റെ പൈസ കിടക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ചികിത്സാ സഹായം കൊടുക്കുന്നുണ്ട്.